ഹായ് ഹലോ എല്ലാവർക്കും വർഷ രഞ്ജു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ മോമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ മോമോസ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വെയിറ്റ് പറയുകയാണെങ്കിൽ അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ചിക്കൻ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മളത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് നമ്മൾ ചിക്കൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ 1/4 ടീസ്പൂണിൻ്റെ പകുതി 1/8 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്ത് നമുക്ക് കുക്കർ നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം ചിക്കനും മഞ്ഞളും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടാണ് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് കുക്കർ ക്ലോസ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം. കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓണാക്കി കൊടുത്തു. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പ്രഷർ കംപ്ലീറ്റ് പോയതിൻ്റെ ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് മോമോസിനുള്ള മാവ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലോട്ട് മോമോസ് തയ്യാറാക്കാൻ മൈദയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലോട്ട് 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത് നന്നായിട്ടായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിതിലോട്ട് മെഷർമെൻറ്റ് കപ്പിൽ 175 ml വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് എടുക്കാം. അപ്പോൾ അതാ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ചപ്പാത്തി മാവിനെക്കാട്ടൊക്കെ സ്വല്പം ഒന്ന് ലൂസ്, എന്നുവെച്ചാൽ ഒരുപാട് ലൂസാവാൻ പാടില്ല. ആ ഒരു മാവിൻ്റെ പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. അത് നമുക്ക് മൂടി വെച്ചിട്ട് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഞാനിപ്പോൾ ഇവിടെ അരമണിക്കൂർ നേരമാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് മാവ് കുഴച്ച് വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും മാവ് സെറ്റായി വന്നോളും. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. ഒന്നല്ലെങ്കിൽ മൂടി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് കവർ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ചിക്കൻ വെന്തോന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ചിക്കന് ഇനി നമുക്ക് ചൂടാറിയതിൻ്റെ ശേഷം മിക്സിയിലിട്ടിട്ട് പൊടിച്ച് എടുക്കാം. നമുക്കിതിലോട്ടുള്ള റെഡ് ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് കാശ്മീരി ചില്ലി 5 എണ്ണം ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 5 കാശ്മീരി ചില്ലി, ഞാൻ കാശ്മീരി ചില്ലി എന്നാണ് പറഞ്ഞത്, 5 വറ്റൽമുളക്, സാധാരണ എരിവുള്ള വറ്റൽമുളകാണ് കേട്ടോ. 5 കാശ്മീരി ചില്ലിയും 5 വറ്റൽമുളകാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഞാൻ മാറി പറഞ്ഞതാണ്, സോറി. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ നമ്മളെ ടാപ്പ് വാട്ടറാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂണ് വിനെഗറും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി മിക്സിയുടെ ജാറിൽ ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിലോട്ട് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് ഒരു സവാള, റഫ്ലി ചോപ്ഡ് സവാളയാണ്. അപ്പോൾ നമുക്കിത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം, ഒരെണ്ണം കേട്ടോ. ഇതിനോടൊപ്പം മല്ലിയില ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയില സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. മല്ലിയില ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാം. ഫൈനായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് മാറ്റി. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്ക് സോയ സോസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് 1 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ ചെറിയ ആളുണ്ട്, അപ്പോൾ അവട്ടോ. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബഞ്ച് സ്പ്രിംഗ് ഓണിയനാണ്. ആ സ്പ്രിംഗ് ഓണിയൻ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ അതിൻ്റെ ഗ്രീൻ പോർഷൻ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. താഴെയുള്ള വൈറ്റ് പോർഷൻ എടുത്തിട്ടില്ല കേട്ടോ. ഗ്രീൻ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടാണ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലോട്ട് നേരത്തെ സോക്ക് ചെയ്ത റെഡ് ചില്ലി ഇല്ലേ, റെഡ് ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള റെഡ് ചില്ലി സോക്ക് ചെയ്തത് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് തക്കാളി, ഞാൻ 3 വലിയ തക്കാളിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് 3 വലിയ തക്കാളി ഞാൻ റഫ്ലി ചോപ്ഡാണ് ഇതിലിട്ട് കൊടുക്കാം. ഇതിനോട് കൂടി തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ. അപ്പോൾ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മളുടെ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന ഈ സ്റ്റേജിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണിത്. അതിന് പകരം നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്താണ് ഇതിലോട്ട് ചേർത്ത് ഫ്ലെയിം ലോയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ഒരുപാട് നേരം ഇട്ടിട്ട് വഴറ്റരുത്. 10 സെക്കൻഡുകൾ മാത്രം മതി ഉള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ലോയിലിട്ടിട്ടാണ് ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുത്തത്. ഇതിലോട്ട് നമ്മൾ ഡാർക്ക് സോയ സോസ് 1 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിനാവശ്യമായ ഉപ്പ് 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഫ്ലെയിം ലോയിലായിരുന്നു, ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടു. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളിയും ഇതെല്ലാം ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു പുളി രസമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കറി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ 1 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ച് സെക്കൻഡുകളൊന്ന് വിനെഗർ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ കുറച്ച് നേരം തിളപ്പിച്ചെടുത്താൽ മതി. ആ വിനെഗറിൻ്റെ ഒരു ഇത് കുത്തൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഡിപ്പിംഗ് സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മോമോസിനുള്ള മാവ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കൊന്ന് പരത്തി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് 4 ഭാഗമാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ചപ്പാത്തി പലകയിലിട്ടിട്ടാണ് പരത്തി എടുക്കുന്നത്.
ഇനി നമുക്കിതിലോട്ട് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബൗളെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് പരമാവധി എത്ര തിന്നിൽ പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും തിന്നിൽ പരത്തി എടുക്കാം. ഞാൻ നല്ല തിന്നിൽ നമുക്കിത് പരത്തി കൊണ്ടുവരാം. എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ട് പരത്തി കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മൂടി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളടുത്ത് കുക്കീസ് കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മൂടി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റിൽ വെക്കുമ്പോൾ എപ്പോഴും മൈദ തൂവിയിട്ട് വേണം കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റീമറിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു തട്ട് ഇറക്കി വയ്ക്കാം. ഈ തട്ടിൽ നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ പുരട്ടി കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മൊമോസ് സ്റ്റീം ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇതൊന്ന് ആവി കയറട്ടെ. അപ്പോൾ തന്നെ നമുക്ക് മോമോസ് ഷേപ്പ് ചെയ്ത് വയ്ക്കാം. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പരത്തി വെച്ച മാവിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ടീസ്പൂണ് മാവ് എടുത്ത് വയ്ക്കാം. സെൻറ്ററിലേക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് മുട്ടിച്ച് കൊടുക്കാം. പല ഷേപ്പിൽ മോമോസ് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഇവിടെ നമുക്ക് കുറച്ച് ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ബാക്കി മോമോസ് എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ മോമോസ് ഇതിൽ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം കൂട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് സ്റ്റീമർ ക്ലോസ് ചെയ്യാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാനിത് ഓപ്പൺ ചെയ്തു. ഇനി നമുക്കത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതാ മോമോസ് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളുടെ ഈ ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.